ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും മറന്നുപോയോ? ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം 6 മാസത്തിന് മേലായിക്കാണ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് എന്താണേലും സിമ്പിളാണെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. കുറേ ആൾക്കാരൊക്കെ തിരക്കുന്നുണ്ട്, എന്താണ് ലോങ് വീഡിയോ ഇടാത്ത, ഷോർട്ട് വീഡിയോയിൽ അങ്ങ് ഒതുക്കുകയാണോ എന്ന്. അപ്പോൾ എന്താണേലും ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതാ ഇന്ന് നമ്മുടെ വീട്ടിൽ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു അമ്പഴങ്ങ മരമുണ്ട്. വാപ്പിച്ച വെച്ച് പിടിപ്പിച്ച വാപ്പിച്ചാണ് അവിടെ എല്ലാം ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇങ്ങനെ കായൊക്കെ വരുമ്പോൾ പോയി പിച്ച് തിന്നുക എന്നുള്ള പരിപാടി മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് അമ്പഴങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഉമ്മിച്ച പറഞ്ഞു, മോളെ അമ്പഴങ്ങയൊക്കെ ചീത്തയായി പോകുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒന്ന് പിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ അപ്പം ഞങ്ങൾ വിചാരിച്ചതാണ് എന്നാൽ പിന്നെ അത് പിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന്. അപ്പോൾ അതാ നമ്മൾ അമ്പഴങ്ങയൊക്കെ പിച്ചി എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ മുട്ടായിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. കുറേ ഇഷ്ടം പോലെ അമ്പഴങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതിൽ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇത്രയും അമ്പഴങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊട്ടാണ് കേട്ടോ അതിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ തൊലിയോടുകൂടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഒരു കവർപ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് തൊലിയെല്ലാം ഒന്ന് ചെത്തി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഞാനും ഉമ്മച്ചായി ഓരോന്ന് എടുത്തു. ആ സമയത്ത് മത്സരിച്ച് ഓരോന്ന് കട്ട് ചെയ്ത് ആരാ ആദ്യം ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഞാൻ ഔട്ടായി, ഉമ്മച്ചാണ് കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ അമ്പഴങ്ങയും ഇതേപോലെ ചെത്തി ഒന്ന് സെറ്റാക്കി എന്നും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം, ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ മടി കൊണ്ട് ഒന്നും പറ്റുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ, നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ അമ്പഴങ്ങയെല്ലാം ഒന്ന് ചെത്തി ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ മാങ്ങ പൂളത്തില്ലേ അതേപോലെ ഒന്ന് പൂളിയെടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മൾ സാധാരണ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് പെരട്ടിയൊക്കെ കഴിക്കത്തില്ലേ, അതേപോലെ ഒരു റെസിപ്പി ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ പൂളുന്ന പോലെല്ലാം അമ്പഴങ്ങ ഇതേപോലെ പൂളി ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും കുഞ്ഞു മാങ്ങ കട്ട് ചെയ്തിട്ടൊക്കെ എന്നാലേ വിചാരിക്കത്തുള്ളൂ. അതേപോലത്തെ ഒരു ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ മാങ്ങായ്ക്കാട്ടിലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. മാങ്ങയ്ക്ക് നല്ല പുളിയായിരിക്കും, പക്ഷേ ഇതിനങ്ങനെ പുളിയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു പുളിയുണ്ട്. പിന്നെ നമ്മൾ എല്ലാ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഉമ്മച്ചത് അമ്പഴങ്ങ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 കൊച്ചുള്ളി ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് ഉപ്പും മുളകും ഇട്ട് പുരട്ടത്തില്ലേ അതേപോലെ തന്നെ കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ സ്പൂൺ ഉപയോഗിച്ചാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ കൈ യൂസ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി എടുക്കുകയാണ് വേണ്ടത്. കാരണം കൈ ഒന്ന് പുകഞ്ഞാലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാതെ അങ്ങ് സ്പൂൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടുകളെല്ലാം ഒന്ന് സെറ്റായി ആ അമ്പഴങ്ങയുടെ പുറത്ത് നന്നായിട്ടൊന്ന് പിടിച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് വായിൽ കപ്പലോടുന്നുണ്ട്. നിങ്ങളുടെ വായിൽ കപ്പലോടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പം നമ്മുടെ അമ്പഴങ്ങ ഉപ്പും മുളക് പൊടിയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാവേ. മിച്ചാ എടുത്തോ. ആദ്യം അമ്പഴങ്ങ എടുത്ത് കൊച്ചുള്ളി എടുത്ത് കൂട്ടി തിന്നോ. മാങ്ങ പോലെ ഇരിക്കുന്നു. മാങ്ങക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. ഒരു പുളിയില്ല, അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അമ്പഴങ്ങയും അമ്പഴങ്ങ എടുത്തു, കൊച്ചുള്ളി എടുത്ത് അടിപൊളി ടേസ്റ്റ്. ഇത് നമ്മൾ തന്നെ കഴിച്ചു തീർക്കുമോ തോന്നുന്നു. മാങ്ങ ഇന്ന് പോലെ ഇരിക്കുന്നു. കൊള്ളാം.